നടുക്കടലിൽ നിന്ന് കാണാതായ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഒരു ചരക്ക് കപ്പലിൻ്റെ കഥ നിങ്ങൾക്കറിയാമോ? ഈയിടെ കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട് മുങ്ങിയ ലൈബീരിയൻ കണ്ടെയ്നർ കപ്പലായ MSC എൽസ 3യുടെ വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളിലും. 640 കണ്ടെയ്നറുകളുമായാണ് ആ കപ്പൽ കടലിൽ താഴ്ന്നത്. ഭാഗ്യത്തിന് കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരും രക്ഷാപ്രവർത്തകർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു. എന്നാൽ ഇതുപോലെ നടുക്കടലിൽ നിന്ന് കാണാതായ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഒരു ചരക്ക് കപ്പലുണ്ട്. 49 ജീവനക്കാരെയും 20,000 ടൺ ഇരുമ്പയിരും വഹിച്ചുകൊണ്ട് ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ 46 വർഷങ്ങൾക്ക് മുൻപ് അപ്രത്യക്ഷമായ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അഥവാ KSCയുടെ MV കൈരളി എന്ന കപ്പലിൻ്റെ ദുരൂഹവും അത്ഭുതപ്പെടുത്തുന്നതുമായ തിരോധാനത്തിൻ്റെ കഥയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. 1979 ജൂൺ 30 കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ പടുകൂറ്റൻ ചരക്ക് കപ്പലായ MV കൈരളി ഏകദേശം 20,000 ടൺ ഇരുമ്പയിരും 49 ജീവനക്കാരുമായി ഇന്ത്യയിലെ മർഗോവയിൽ നിന്ന് ജർമ്മനിയിലെ റോസ്റ്റോക്കിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. യാത്രയുടെ ഇടയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ജിബൂട്ടിയിൽ നിർത്താൻ കപ്പലിന് പ്ലാൻ ഉണ്ടായിരുന്നു. MV കൈരളി എന്ന ഈ കപ്പൽ യഥാർത്ഥത്തിൽ ഓസ്കാർ സോഡ് എന്ന നോർവീജിയൻ കപ്പലായിരുന്നു. ഏകദേശം 6 കോടി രൂപയ്ക്കാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇത് വാങ്ങിയത്. യാത്രയുടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എല്ലാം സാധാരണമായിരുന്നു. ജൂലൈ 1-2 തീയതികളിൽ ബോംബെ പോർട്ടിലെ റേഡിയോ നിലയവുമായി കൈരളി മെസ്സേജുകൾ അയച്ചു. ജൂലൈ 3 രാത്രി 8 മണിക്ക് കൈരളി തൻ്റെ അവസാനത്തെ സന്ദേശം അയച്ചു. അതിനുശേഷം നാളിതുവരെ കൈരളിയെക്കുറിച്ച് ആരും ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ജൂലൈ 8 കൈരളി ജിബൂട്ടിയിൽ ഇന്ധനം നിറയ്ക്കാൻ എത്തേണ്ട കപ്പലാണ്. പക്ഷേ അതവിടെ എത്തിയില്ല. ജൂലൈ 11 അതായത് കപ്പലിൻ്റെ അവസാന സന്ദേശം ലഭിച്ച് 8 ദിവസങ്ങൾ കഴിഞ്ഞ് ജിബൂട്ടിയിലെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ഏജൻറ്റ് കൊച്ചിയിലെ ഹെഡ് ഓഫീസിൽ വിളിച്ച് കപ്പൽ എത്തിയില്ലെന്ന കാര്യം അറിയിച്ചു. എന്നാൽ കേരളത്തിലെ പത്രങ്ങളിൽ ഈ വാർത്ത വന്നത് ജൂലൈ 15 മാത്രമാണ്. ഇനി കപ്പലിനായുള്ള തിരച്ചിൽ ആരംഭിച്ചതാവട്ടെ കപ്പൽ കാണാതായി 13 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 16 ഇന്ത്യൻ നാവികസേന MV കൈരളിക്കായി നിരീക്ഷണ പറക്കലുകൾ നടത്തി. കപ്പൽ അവസാനമായി സന്ദേശം അയച്ച ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. പക്ഷേ പലതവണ തിരഞ്ഞിട്ടും അവർക്ക് ഒന്നും കണ്ടെത്താനായില്ല. ഇന്ത്യൻ നാവികസേനയും ലോയിഡ്സ് ഓഫ് ലണ്ടനും നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അവർ മർഗോവയിൽ നിന്ന് ഏകദേശം 500 മൈൽ അകലെ കൈരളി കാണാതായതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. MV കൈരളി എന്ന പടുകൂറ്റൻ കപ്പലും അതിലെ 49 ജീവനക്കാരും 20,000 ടൺ ഇരുമ്പയിരും ഒരു തുമ്പുമില്ലാതെ അപ്രത്യക്ഷമായി. കപ്പലിന് ശരിക്കും എന്താണ് സംഭവിച്ചത്? അതിപ്പോൾ എവിടെയാണുള്ളത്? സത്യം പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 46 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കറിയില്ല എന്നതാണ് വസ്തുത. പക്ഷേ കൈരളിക്ക് എന്തായിരിക്കാം സംഭവിച്ചത് എന്നതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഊഹാപോഹങ്ങൾ കാലങ്ങളായി പ്രചരിക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാന തിയറി എന്നത് ലിക്വിഫാക്ഷൻ അഥവാ ചരക്ക് ലിക്വിഡ് ഫോമിലാവുന്നതാണ്. കപ്പൽ അന്ന് യാത്ര തിരിക്കുമ്പോൾ മഴക്കാലമായിരുന്നു. ഇരുമ്പയിരിൽ ഈർപ്പം കൂടുതലായിരുന്നെങ്കിൽ അത് കുഴമ്പ് പോലൊരു ലിക്വിഡായി മാറിയിരിക്കാം. അങ്ങനെ ടൺ കണക്കിന് ഇരുമ്പയിര് പെട്ടെന്ന് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുമ്പോൾ കപ്പലിൻ്റെ ബാലൻസ് തെറ്റി നിമിഷങ്ങൾക്കുള്ളിൽ തലകീഴായി മറിഞ്ഞ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കപ്പലിൽ അധികമായി ഭാരം കയറ്റിയെന്നൊരു തിയറിയും പ്രചരിക്കുന്നുണ്ട്. 19,000 ടൺ ഭാരം കയറ്റാൻ ശേഷിയുള്ള കൈരളിയിൽ 20,500 ടണ്ണിലധികം ഇരുമ്പയിര് കയറ്റിയതായി ചിലർ പറയുന്നു. അതുപോലെ ചരക്ക് കയറ്റിയ ശേഷം നിർബന്ധമായും ചെയ്യേണ്ടിയിരുന്ന ബാലൻസിംഗ് നടപടികളും തിടുക്കത്തിൽ അവർ ഒഴിവാക്കിയതായി പറയപ്പെടുന്നുണ്ട്. പേമാരിയും വലിയ തിരമാലകളുമുള്ള പ്രക്ഷുബ്ധമായ കടലിൽ ബാലൻസ് തെറ്റിയ അധിക ഭാരമുള്ള ഒരു കപ്പൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇനിയൊരു തിയറി എന്നത് അന്ന് കൈരളിയുടെ റഡാർ കേടായിരുന്നു എന്നുള്ള ചില ആരോപണങ്ങളാണ്. കപ്പലിൻ്റെ ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് റഡാർ ശരിയാക്കാതെ അന്ന് രാവിലെ യാത്ര പുറപ്പെടാൻ വിസമ്മതിച്ചെന്നും എന്നാൽ അന്ന് വൈകുന്നേരം തന്നെ യാത്ര തിരിക്കാൻ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. പേമാരിയിലേക്ക് കേടായ റഡാറുമായി യാത്ര തിരിക്കുക എന്നത് ആത്മഹത്യാപരമായ ഒരു നീക്കമാണെന്ന് ഈ രംഗത്തുള്ള വിദഗ്ധരുടെ അഭിപ്രായം നമ്മൾ മാനിക്കണം. ഇനി ഇതൊന്നുമല്ല, പിന്നെ മോശം കാലാവസ്ഥയും ശക്തമായ തിരമാലകളും കാരണം പ്രകൃതിയുടെ ശക്തിയെ പ്രതിരോധിക്കാനാവാതെ കപ്പൽ തകർന്നു പോയതാകാം എന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. പക്ഷേ കപ്പൽ തകർന്നു അല്ലെങ്കിൽ മുങ്ങിപ്പോയി എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു അവശിഷ്ടമോ ഒരു എമർജൻസി റാഫ്റ്റോ എന്തിന് ഒരു ലൈഫ് ജാക്കറ്റ് പോലും തിരച്ചിലിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ തിരകൾക്കെല്ലാമുള്ള പ്രധാന പോരായ്മ. പക്ഷേ കാര്യം ഇതൊന്നുമല്ലെന്നും കടൽ കൊള്ളക്കാർ കപ്പൽ ആക്രമിച്ച് ജീവനക്കാരെ ഏതെങ്കിലും വിജനമായ ദ്വീപിൽ ഉപേക്ഷിച്ച് കപ്പലുമായി കടന്നു കളഞ്ഞതാവും എന്ന വാദവും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ കടൽ കൊള്ളക്കാരല്ല, മറിച്ച് കപ്പലിൻ്റെ ഉടമസ്ഥർ തന്നെ ഇൻഷുറൻസ് തുകയ്ക്കു വേണ്ടി കപ്പൽ ഒളിപ്പിക്കുകയോ
പൊളിച്ചു വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. അതിനുവേണ്ടി കൈരളിയുടെ റഡാർ മനഃപൂർവ്വം കേടാക്കിയതായിരിക്കും എന്നവർ വാദിക്കുന്നു. യഥാർത്ഥ കാരണം എന്തായിരുന്നാലും കൈരളിയുടെ തിരോധാനത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു. ദിവസേന കൈമാറേണ്ട സന്ദേശങ്ങൾ മുടങ്ങിയിട്ടും എന്തുകൊണ്ടാണ് തിരച്ചിൽ തുടങ്ങാൻ 13 ദിവസം വൈകിയത്? കപ്പൽ കാണാതായി 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ജൂലൈ 15-ന് മാത്രം പൊതുജനങ്ങളെ വിവരം അറിയിച്ചത്? അനവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. 49 ജീവനുകൾ, ഒരു വലിയ കപ്പൽ, ടൺ കണക്കിന് ഇരുമ്പയിര്. ഔദ്യോഗികമായ വിശദീകരണം പക്ഷേ എല്ലാം കടൽ വിഴുങ്ങിയെന്നാണ്. അതും ഒരു ചെറിയ തുമ്പോ തെളിവോ അവശേഷിപ്പിക്കാതെ. കാണാതായ ജീവനക്കാരുടെ ബന്ധുക്കൾ വർഷങ്ങളോളം ഉത്തരങ്ങൾക്കായി പോരാടി, കേസുകൾ ഫയൽ ചെയ്തു, വിവരങ്ങൾക്കായി അലഞ്ഞു. ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാരുടെ വിലാസമോ FIR-ഓ അന്വേഷണ റിപ്പോർട്ടോ നൽകാൻ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഈ കോലാഹലങ്ങൾക്കെല്ലാം ഇടയിൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷന് ഇൻഷുറൻസ് തുകയായ 6.4 കോടി രൂപ ലഭിച്ചു. MV കൈരളിയുടെ ദുരൂഹമായ തിരോധാനത്തിൻ്റെ കഥ പല സിനിമാ പ്രോജക്റ്റുകൾക്കും പ്രചോദനമായിട്ടുണ്ട്. അനൗൺസ് ചെയ്ത പ്രോജക്റ്റുകളിൽ ഒന്നിൽ നിവിൻ പോളി ആയിരുന്നു നായകനായി തീരുമാനിച്ചിരുന്നത്. പ്രശസ്ത ഛായാഗ്രാഹകനായ ജോമോൻ ടി ജോൺ ആദ്യമായി സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ആ സിനിമയുടെ തിരക്കഥ ദേശീയ അവാർഡ് ജേതാവായ സിദ്ധാർത്ഥ ശിവയുടേതായിരുന്നു. മറ്റൊരു സിനിമ ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുമെന്നും അദ്ദേഹവും ജോസി ജോസഫും ചേർന്ന് തിരക്കഥ എഴുതുമെന്നും പ്രഖ്യാപിച്ചിരുന്ന ഒന്നായിരുന്നു. അനൗൺസ്മെൻറ്റുകൾ അല്ലാതെ ഇന്നേ വരെ ഈ സിനിമകളുടെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും MV കൈരളിയുടെ യഥാർത്ഥ സത്യം അറിയാനുള്ള പൊതുജനങ്ങളുടെ അടങ്ങാത്ത താല്പര്യം അതിൻ്റെ ദുരൂഹതയുടെയും അതോടൊപ്പം കാണാതായ ജീവനക്കാരെയും അവരുടെ ബന്ധുക്കളെയും ബാധിച്ച ഒരു വലിയ മനുഷ്യ ദുരന്തത്തിൻ്റെയും തെളിവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.